ശബരിമല യുവതീ പ്രവേശത്തിൽ പഴയ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. യുവതീ പ്രവേശന വിധിയെ എതിർക്കാനും ആചാരാനുഷ്ഠാനങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കണമെന്നുമുള്ള നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കാനുമാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും 2019 സത്യവാങ്മൂലം തിരുത്തുമെന്നും ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. യുവതീ പ്രവേശത്തിൽ സർക്കാർ തീരുമാനം ക്യാബിനറ്റ് ചേർന്ന് തീരുമാനിക്കുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവനും വ്യക്തമാക്കി. ദേവസ്വം ബോർഡിന് സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നും മന്ത്രി വാസവൻ പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം ശബരിമല യുവതീ പ്രവേശം വീണ്ടും ചർച്ചയാകുമ്പോൾ സർക്കാർ ഇനി എന്ത് തീരുമാനിക്കും എന്നതും നിർണായകമാണ്. ആദ്യം കാണാം RD Extra. ശബരിമല യുവതീ പ്രവേശനം വീണ്ടും ചർച്ചയാവുന്നതിനിടയിലാണ് ദേവസ്വം ബോർഡിന്റെ ഈ യു-ടേൺ. ആചാരം സംരക്ഷിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാടെന്നും ആ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കുമെന്നുമാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. 2019 യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് ദേവസ്വം ബോർഡ് നിലപാടെടുത്തിരുന്നു. കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോഴാണ് വിഷയത്തിൽ പുനരാലോചന നടന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ദേവസ്വം ബോർഡ് വിശ്വാസികൾക്കൊപ്പമാണ് എന്നാണ് ബോർഡിന്റെ പുതിയ തീരുമാനം. 2019 സത്യവാങ്മൂലം തിരുത്താനും ദേവസ്വം ബോർഡ് തയ്യാറെടുക്കുന്നുണ്ട്. എന്നാൽ ഇത് ബോർഡ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്നും സർക്കാർ നിർദ്ദേശമില്ലെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ ഇനിയും സമർപ്പിക്കാത്തതിൽ ഹൈക്കോടതി ഇന്ന് അതൃപ്തി പ്രകടിപ്പിച്ചു. ഒരു ദിവസത്തെ പരിപാടിയുടെ കണക്ക് 3 മാസമായിട്ടും ഹാജരാക്കാത്തത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണെന്നാണ് കോടതിയുടെ വിമർശനം. അതേസമയം അടുത്ത വർഷം മുതൽ ശബരിമലയ്ക്ക് പ്രത്യേക ബജറ്റ് ഉണ്ടാകുമെന്നും കെ ജയകുമാർ നേരത്തെ അറിയിച്ചു. RD Extra ന്യൂസ് മലയാളം. പഴയ നിലപാടുകൾ തള്ളി യുവതീ പ്രവേശനത്തിനെതിരെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നാണ് നിലപാടെന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ചർച്ച ചെയ്തു. ബോർഡിന് അതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നിലവിലുള്ള ആ ഉത്തരവിന് കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. ദേവസ്വം ബോർഡിന് സർക്കാർ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. സർക്കാർ തീരുമാനം ക്യാബിനറ്റ് ചേർന്ന് തീരുമാനിക്കും. നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയോ എന്ന ചോദ്യത്തിന് ഗവൺമെന്റ് നിലപാട് പറഞ്ഞില്ലല്ലോ എന്ന് വി എൻ വാസവൻ മറുപടി നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള അവകാശവും അധികാരമുണ്ട്. വിശ്വാസികളുടെ താല്പര്യം പരിരക്ഷിക്കുകയാണ് ബോർഡിൻ്റെ ചുമതല. അവർ ആ കാര്യത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നു. കൂട്ടുത്തരവാദിത്തമുള്ളൊരു ഗവൺമെൻറ് എന്ന രൂപത്തിൽ ഗവൺമെൻറ് ക്യാബിനറ്റ് കൂടി ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ ഗവൺമെൻറ് നിലപാട് കോടതിയെ 14-ാം തീയതി അറിയിക്കും. മനുഷ്യ ഇതിപ്പോൾ ഭരണഘടനാ ബെഞ്ചിൻ്റെ, അതായത് വിശാല ബെഞ്ച് പരിഗണിക്കുകയാണ് ഈ കേസ്. ആ സാഹചര്യത്തിലാണ്, പ്രത്യേക ബെഞ്ച് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചർച്ചകളെല്ലാം വീണ്ടും ഉയർന്നു വരുന്നത്. മുമ്പും ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത് അവിടെ യുവതീ പ്രവേശനം അനുവദിക്കാൻ കഴിയില്ല, കാരണം അവിടെ ആചാരങ്ങളും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നാണ്. പക്ഷേ പിന്നീട് വിധി വന്നതിന് ശേഷം ദേവസ്വം ബോർഡ് അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയുടെ നിലപാടിനനുസരിച്ച് പോകാൻ കാര്യങ്ങൾ എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പഴയ നിലപാടിലേക്ക് പോകുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുന്നത്. അതുതന്നെയാണ് ജയകുമാറും പറഞ്ഞത്. മുമ്പും നിലപാടിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, വിധി വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിച്ചതെന്ന്. പക്ഷേ ഇതിൽ രാഷ്ട്രീയ സാഹചര്യം കൂടി ഉൾച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന CPIM-ൻ്റെ താല്പര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ടാവാം. എങ്ങനെയാണ് സനീഷ് ഇത് തോന്നുന്നു? അല്ല, ഇതിനകത്ത് കർഷകൻ ഇപ്പോൾ പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ്. അതായത് ഒന്ന്, ദേവസ്വം ബോർഡിൻ്റെതായിട്ട് രേഖാമൂലം ഈ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന അഭിപ്രായം പറഞ്ഞ ഒരു പേപ്പറുമില്ല. ദേവസ്വം ബോർഡ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എന്നാൽ അതേസമയം ലോ ഓഫ് ദ ലാൻഡ് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നായപ്പോൾ ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ ഉത്തരവാദപ്പെട്ട ഏതൊരു ബോഡിയെയും പോലെ ശരി, നിങ്ങളതാണ് പറയുന്നത്, അങ്ങനെ ചെയ്യാം എന്ന് അവർ രേഖാമൂലമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴും അതിപ്പോൾ ചെയ്യാതിരിക്കാൻ എന്താ പറ്റുക? ഇപ്പോൾ ഇന്ന സ്ഥലത്തേക്ക് ഇന്നയാളെ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, അന്നും പറഞ്ഞ അങ്ങനെയാണ്. അതായത് ഇന്ന സ്ഥലത്തേക്ക് ഇന്നയാളെ പ്രവേശിപ്പിക്കണം, അതാണ് നിയമം എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഈവൻ സർക്കാരാണെങ്കിൽ തന്നെയും, നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, സർക്കാരാണെങ്കിൽ തന്നെയും ഇതാ ശബരിമല, അതായത് ഈ നവോത്ഥാന ശബരിമലയിൽ വിധി വന്നതിന് ശേഷം CPM-ൻ്റെ നേതാക്കളും പിന്നെ സാംസ്കാരിക നായകരൊക്കെ പ്രസംഗിച്ചതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എവിടേക്ക് ആളെ പ്രവേശിപ്പിക്കണം എന്ന കാര്യം ഒരു സംസ്ഥാന സർക്കാരുകളും സ്വീകരിച്ചിട്ടില്ല. അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ VS അച്യുതാനന്ദ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇത് കോടതിയുടെ തീരുമാനമാണ് എടുക്കേണ്ടത്. കോടതി പക്ഷേ വിശ്വാസപരമായിട്ടുള്ള ഈ പറയുന്ന പണ്ഡിതരോട് ചോദിച്ചിട്ട് ഈ കാര്യങ്ങൾ പരിഗണിച്ചിട്ട് കോടതി ഒരു തീരുമാനമെടുക്കണം. പക്ഷേ അപ്പോഴും ഇവിടെ
ഞങ്ങൾ അറിയുന്ന കാലത്തടത്തോളം സ്ത്രീകൾ ഇങ്ങനെയാണ് പ്രവേശിക്കുന്നത്. സ്ത്രീകൾ, യുവതി, ചില നിശ്ചയ പ്രായപരിധിയുള്ള ആളുകൾ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് തീരുമാനമെടുത്താൽ ഞങ്ങൾ നടപ്പാക്കും തന്നെ സർക്കാരുകളും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിൻ്റെ മുകളിലുണ്ടായ ബാക്കിയെല്ലാം ഈ പറയുന്ന കോടതിക്കും ഈ ശ്രീകോവിലിനും പുറത്തുള്ള ചർച്ചകളും രാഷ്ട്രീയ സംഗതികളാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകേണ്ട സാഹചര്യം ഇവിടെ ഇല്ല എന്ന് നിശ്ചയമായിട്ടും വിചാരിക്കുന്ന ആളാണ് ഞാൻ. ദേവസ്വം ബോർഡിന് എന്തായാലും ഇക്കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. അവർ കൊടുത്ത പേപ്പറുകളിലെല്ലാം ഉള്ളത് ഇതാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ സർക്കാർ കൊടുത്ത പേപ്പറിലാണെങ്കിലും ഈ ഉള്ളതിനെ എങ്ങനെയാണ് നിഷേധിക്കാൻ പറ്റുക? അതായത് ഞാനും വർഷമല്ലേ ഈ ഇന്ത്യയിലുള്ള ഏത് ആളുകളും ഇന്ത്യയുടെ നീതിന്യായ പീഠത്തിൻ്റെ വിധിയെ അവസാന വാക്കായിട്ട് ലോ ഓഫ് ദ ലാൻഡ് എന്നാണല്ലോ പറയുക. ഭൂമി നമ്മുടെ നാടിൻ്റെ നിയമം അതാകുമ്പോൾ പിന്നെ ആ നിയമം പാലിക്കുക എന്നേ ഉള്ളൂ. സിഗരറ്റ് പൊതുസ്ഥലത്ത് വലിക്കരുത് എന്നൊരു നിയമം സുപ്രീം കോടതി ഇങ്ങോട്ട് വിട്ടാൽ സിഗരറ്റ് വലിക്കാൻ പാടില്ല, വലിച്ചാൽ നിങ്ങൾ നിയമലംഘനം നടത്തിയെന്നാണ് അർത്ഥം. അതുകൊണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് സർക്കാരിനോട് പറഞ്ഞാൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ നിയമലംഘനമാണ്. അപ്പോൾ നിയമം എന്താണോ അത് പാലിക്കുക മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന വലിയ പ്രചണ്ഡമായിട്ടുള്ള ബഹളം ഉണ്ടാകുന്നതിന് കണക്കായിട്ട് എന്തെങ്കിലും പ്രയാസമൊന്നും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ദേവസ്വം ബോർഡിന് ഒട്ടുമില്ല. എനിക്കും അത് തന്നെയാണ്. അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ അന്ന് സ്വീകരിച്ച സമീപനം, VS സർക്കാർ സ്വീകരിച്ച സമീപനം ഇത് പണ്ഡിതരുമായി ആലോചിച്ച്, ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകളുമായിട്ട് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക, അത് നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. പിന്നീട് സർക്കാർ പറഞ്ഞു ഈ പറഞ്ഞതുപോലെ സ്ത്രീകളെ അകറ്റി നിർത്തുക എന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല, കാലികമായി ആ നിലയ്ക്ക് എന്തെങ്കിലും പരിശോധിക്കാനുണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും പറഞ്ഞു. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ഇത് സങ്കീർണമായ അടുത്ത തലത്തിലേക്ക് കടക്കുകയാണ്. ആളുകൾക്ക് എങ്ങനെയാണ് ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത്, അതായത് ആളുകൾ തരത്തിനൊപ്പിച്ച് നിലപാട് സ്വീകരിക്കുമെന്നതിന് ഇത്രയും മികച്ച ഉദാഹരണം പറയാവുന്ന വേറൊരു സംഗതി കേരളത്തിലുണ്ടായിട്ടില്ല. സനീഷ്, ഇതിപ്പോൾ ആദ്യം ഈ വിധി വന്ന ഘട്ടത്തിൽ വിധിയെ സ്വാഗതം ചെയ്തത് RSS അടക്കമുള്ള ഏറ്റവും ശക്തമായി ഈ വിഷയത്തിൽ സമരം ചെയ്ത സംഘടനകളെല്ലാമാണ്. അവരെല്ലാവരും ഓക്കെ, വിധി കൊള്ളാം, ആ മട്ടിൽ അങ്ങനെയാണെങ്കിൽ ഇനി സ്ത്രീകൾക്കും പ്രവേശിക്കാൻ പറ്റുമല്ലോ എന്നുള്ള നിലയ്ക്ക് നിലപാട് സ്വീകരിച്ചു. അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള ആദ്യഘട്ടത്തിൽ സ്വാഗതം ചെയ്തു. കോൺഗ്രസ് ഇതിനെ സ്വാഗതം ചെയ്തു. രാഹുൽ ഗാന്ധി അടക്കം സ്വാഗതം ചെയ്തു. ഇതിനെ CPIM ഇവിടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ആർക്കും തന്ത്രി സ്വാഗതം ചെയ്യല്ല, തന്ത്രി ഈ പറഞ്ഞ പോലെ തന്ത്രി ദേവസ്വം ബോർഡും പറഞ്ഞു ലോ ഓഫ് ദ ലാൻഡ് ഇതാണെങ്കിൽ പിന്നെ അത് നടപ്പാക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ എന്ന് പറയും. NSS മാത്രമാണ് ഇതിൽ ഒരു എതിർപ്പുമായി രംഗത്ത് വരുന്നത്. വൈകിട്ട് നാമജപ യാത്രയുമായി രംഗത്ത് വരുന്നത് അങ്ങനെ പറ്റില്ല, ആ ആചാരം സംരക്ഷിക്കണം എന്നുള്ള നിലപാട് NSS സ്വീകരിക്കുമ്പോഴാണ് പിന്നെ ആളുകൾ മറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അപ്പോൾ പിന്നെ മുസ്ലിം ലീഗ് നാരങ്ങാവെള്ളം കലക്കാൻ തുടങ്ങി. ബാക്കി എല്ലാവരും സമരരംഗത്തേക്ക് വന്നു. അതേസമയം ഇപ്പുറത്ത് വേറെ കുറേ കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. കാരണം ലോ ഓഫ് ദ ലാൻഡ് നടപ്പാക്കാനായി സർക്കാർ തയ്യാറാവുന്നു. സർക്കാർ അത് തയ്യാറാവുകയാണ്. അങ്ങനെ ആളുകൾ വന്നാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള സമീപനം സർക്കാർ സ്വീകരിക്കുന്നു. ഇനി ഇപ്പുറത്ത് വേറെ ചില സംഗതികൾ കൂടെ നടന്നു. ഇപ്പോൾ ഈ അവകാശങ്ങൾക്ക് വേണ്ടി യുവതികളെ അവിടെ പ്രവേശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സണ്ണി എം കപ്പിക്കാടിനെ പോലെയുള്ള ആളുകൾ സജീവമായി വേദികളിൽ വന്നു. അവിടെ നിന്ന് പിന്നെ കാലം കഴിയുമ്പോൾ ഉള്ള മാറ്റങ്ങളൊന്നും സംബന്ധിച്ച് നോക്ക്. CPIM അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം അവർ തന്നെ വിലയിരുത്തുന്നത് ഇത് തിരിച്ചടിയായോ എന്നുള്ള മട്ടിൽ വിലയിരുത്തിയിട്ട് അവർ വീടുകളിൽ പോയി, കോടിയേരി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് വീടുകളിൽ പോയി ആളുകളെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഓരോരുത്തരും അങ്ങനെ ആ സാഹചര്യത്തിന് ഒപ്പിച്ച് തിരുത്തി. രാഹുൽ ഗാന്ധി അന്ന് അവിടെ പറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധി പിന്നീട് തിരുത്തിയിട്ടൊന്നുമില്ല. പക്ഷേ താഴെ ഇവിടെയുള്ള ആളുകൾ മുഴുവൻ തിരുത്തി. ഈ ഇപ്പുറത്ത് സമരം ചെയ്തുകൊണ്ടിരുന്ന സണ്ണി എം കവിക്കാരൻ നമുക്ക് വളരെ ബഹുമാനമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം പോലും ഇത്തവണ UDFൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുമെന്നുള്ളതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ സമീപനങ്ങളിലും നിലപാടുകളിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ മാറ്റം വരുത്തുകയോ ചെയ്യേണ്ടി വരും. അന്ന് അതിശക്തമായി UDFനെ എതിർത്ത് നിന്നാണ്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം എതിർക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അവിടെ നിന്നിട്ട് UDFനെ ഈ കാര്യത്തിൽ ശക്തമായി അങ്ങനെ തോന്നുന്നില്ല. ഇപ്പോൾ KK രമയുടെ ശബരിമല വിഷയത്തിലെ നിലപാട് എന്താണ് ഞാൻ ചോദിച്ചപ്പോൾ അവരിപ്പോൾ UDFൻ്റെ നിലപാടിനൊപ്പമാണ്. ഇത് ആചാര ലംഘനം. ഇപ്പം NK പ്രേമേന്ദ്രൻ റെവല്യൂഷണറി പാർട്ടിയാണല്ലോ, പക്ഷേ മൂപ്പറാണ് ഇപ്പോൾ ഏറ്റവും വലിയ. അതായത് ഈ സത്യത്തിൽ ഞാനിപ്പോഴും വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ വളരെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ സ്വാധീന ശക്തിയുള്ള ആളൊന്നുമല്ല. ഞാനിപ്പോഴും എപ്പോഴും ശബരിമലയിലെ ആ സ്ത്രീ പ്രവേശനം അനുകൂലിച്ചുള്ള വിധിയുടെ ആ വിധിയാണ് ശരി എന്ന നിലപാടിലെ ആളാണ്. അതായത് ആ ഭൂരിപക്ഷ വിധിയാണ് ശരി, അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കും. നമ്മൾ അക്കാലത്ത് പറഞ്ഞ കാര്യമൊക്കെ ഉണ്ടല്ലോ, വൈക്കത്തും ഗുരുവായൂരൊക്കെ ഈ പറയുന്ന ക്ഷേത്രപ്രവേശനം നടക്കുമ്പോൾ ഇതേ സംഗതികൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളത് പറയേണ്ടതില്ല എന്നുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ
നമ്മുടെ രാഷ്ട്രീയത്തെ പെട്ടാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഹർഷനും എനിക്ക് നിന്ന് പറയുന്ന പോലെ സണ്ണി കവിക്കാട്ടും കെ കെ രമക്കും പറയാൻ പറ്റില്ല. പിന്നെ RSPയുടെ റെവല്യൂഷണറി പ്രേമേന്ദ്രനൊക്കെ പിന്നെ നേരെ അതിൻ്റെ ആളായി CPM-ന് ചിലപ്പോൾ വീട് കയറേണ്ടി പലതും സംഭവിക്കും. അതാണ് കൗതുകകരമായ. അതായത് ശരിക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠന വിധേയമാക്കേണ്ട, രാഷ്ട്രീയ വിദ്യാർത്ഥികൾ മാത്രമല്ല എല്ലാ സാമൂഹിക നിരീക്ഷകരും ഒക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒറ്റ സെന്റൻസ് കൂടെ ഞാൻ പറയാം. അതായത് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ CPM ആണ് ഇപ്പോഴും കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലപാടെടുത്തില്ല. പിണറായി വിജയൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന പോലെ അയ്യോ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഇങ്ങനെയെന്ന്. ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ വീട് കയറിയപ്പോൾ പോലും ഒരിടത്തും നോക്കോ ഇവരെല്ലാവരും മാധ്യമങ്ങളും ചില രാഷ്ട്രീയക്കാരും പറയുന്നു എന്നല്ലാതെ മാപ്പ് പറഞ്ഞു നാട്ടുകാരോട് എന്നല്ല അവർ പറഞ്ഞത്. നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഞങ്ങളുടെ പ്രശ്നം നിങ്ങൾ കേൾക്കാൻ വേണ്ടി വരികയാണ്, ഞങ്ങളുടെ പ്രശ്നം ഇങ്ങനൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് അവരിങ്ങോട്ട് പറയുമ്പോൾ ശരി ഞങ്ങളത് വീണ്ടും ആലോചിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് ചെയ്തത്. അല്ലാതെ ഞങ്ങളെടുത്ത സ്റ്റാൻഡ് തെറ്റിപ്പോയി ആ പാർട്ടി ഇത് പറഞ്ഞില്ല. അവർക്ക് പറ്റില്ല അതാക്കാരുത്. അതായത് പലസ്തീൻ വിഷയത്തിൽ CPM-ന് ഒരു നിലപാടുണ്ട്. ഞങ്ങൾ അത് ഏത് കാലത്തും ഒരുപോലെയായിരിക്കും. മറ്റൊരു സാഹചര്യം ഉണ്ടാകുന്നത് വരെ ഈ വിഷയത്തിൽ അവർക്ക് അങ്ങനെ ഉണ്ടാവും. അവരത് മാറ്റിയിട്ടേ ഇല്ല എന്ന കാര്യം നമ്മൾ കാണണം. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് പോയിട്ട് തലവെച്ച് കൊടുക്കാൻ അവർ മണ്ടന്മാരല്ലല്ലോ. കഴിഞ്ഞ 7 വർഷമായി കേരള രാഷ്ട്രീയത്തിൻ്റെ ഫോക്കസ് കൃത്യമായ ഇടവേളകളിൽ ശബരിമലയിലേക്ക് പുനഃക്രമീകരിക്കപ്പെടുകയാണ്. അതിനിടെ 3-4 തെരഞ്ഞെടുപ്പുകൾ കടന്നുപോയി. ശബരിമല സ്ത്രീ പ്രവേശവും അനുബന്ധ വ്യവഹാരങ്ങളും വീണ്ടും വാർത്തയാകുന്നതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണെന്നത് യാദൃശ്ചികം. 7 വർഷം കൊണ്ട് വെള്ളമേറെ ഒഴുകിപ്പോയി. അഭിപ്രായങ്ങളും നിലപാടുകളും മാറി മറിഞ്ഞു. യുവതീ പ്രവേശത്തെ എതിർത്തും ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കണമെന്ന ദേവസ്വം ബോർഡിൻ്റെ നിലപാട് സർക്കാർ തീരുമാനത്തെയും ബാധിക്കുമോ എന്നത് കാത്തിരുന്ന് നമ്മൾ കാണണം. 2018 യുവതീ പ്രവേശനത്തിൽ വിധി വന്നപ്പോഴത്തെ സമീപനത്തിൽ നിന്ന് ഈ 2026 നിൽക്കുമ്പോൾ ഏതളവ് വരെ രാഷ്ട്രീയ സാഹചര്യം സർക്കാരിനെ മാറ്റി തീർത്തു എന്നുള്ള രാഷ്ട്രീയ ആകാംക്ഷയ്ക്കും ഉടനെ വിരാമമാകും എന്ന് നമുക്ക് കരുതാം.